ഇപ്പോൾ എവിടെ നോക്കിയാലും ഒരു ക്രിസ്മസ് മയമാണല്ലേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ. അപ്പോൾ ആദ്യം തന്നെ എനിക്കിന്ന് ചെറുതായിട്ട് പണി പാളി. ഞാൻ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഈ 2 ചാർട്ട് ഒട്ടിക്കാൻ നോക്കിയത്. പക്ഷേ ഗ്ലൂ സ്റ്റിക്കിൽ അത് ഒട്ടിയില്ല. പിന്നെ ഞാൻ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് അപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. പിന്നെ നമ്മൾ ഈ കോൺ പോലെ ഉണ്ടാക്കിയതിൻ്റെ അടിയിൽ കറക്റ്റായിട്ടൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ട്രീ വെക്കുമ്പോൾ സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഈ ചാർട്ടിന് വലിയ കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കട്ടിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പേസ്റ്റ് ബോർഡ് എടുത്തിട്ട് അകത്തോട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ ആ സൈസിൽ നമ്മൾ റൗണ്ട് കട്ട് ചെയ്തിട്ട് അകത്തോട്ട് വെച്ച് കൊടുക്കണേ. പിന്നെ അതേപോലെ നമുക്ക് ആ കോണിൻ്റെ ഏറ്റവും അടിയിലും ഒരു ബേസ് ബോർഡ് വെക്കണം. അപ്പോൾ അതിൻ്റെ ഷേപ്പിൽ ഒരു റൗണ്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിലും വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനൊന്ന് ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതങ്ങനെയൊന്നും ഇളകി വീഴത്തില്ല. എന്നാലും ഞാൻ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ ഒരു സമാധാനത്തിന്. പിന്നെ ട്രീയുടെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടിയിലത്തെ തടിക്ക് പകരം പ്രിങ്കിൾസിൻ്റെ കുപ്പി ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മൾ ഫ്ലവർ മേക്കിംഗ് ചെയ്യുന്ന ആ ടേപ്പ് ചുറ്റി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ സാധനം എടുത്തിട്ട് ഞാൻ ടോപ്പിൽ നിന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇത് ഞാൻ ഒരു 3 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. 50 രൂപയും കണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഭയങ്കരമായിട്ട് കിട്ടുന്ന ഒരു സാധനം കൂടിയാണ്. പിന്നെ കുറച്ച് ബോളും സാൻഡേനയും പിന്നെ ബെല്ല് ആപ്പിൾ അങ്ങനെ കുറച്ച് ഐറ്റംസും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബോൾസിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഗ്ലിറ്റർ, ഗ്ലോസി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം 10 രൂപയ്ക്ക് കിട്ടിയ ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടി വെച്ച് വന്നപ്പോഴത്തേക്കും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ലൈറ്റും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മൾട്ടി കളർ ലൈറ്റാണ്. കുറേ മോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിത് ടോപ്പിൽ നിന്ന് തന്നെ ചുറ്റി കൊടുക്കും. ഇതൊന്ന് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നൂൽക്കമ്പി എടുത്തിട്ട് നൂൽക്കമ്പി വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് കുത്തി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ ലൈറ്റൊക്കെ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളുണ്ടാക്കിയ അടിയിലത്തെ സ്റ്റിക്കും കൂടി വെച്ച് കൊടുത്തപ്പോൾ നാച്ചുറൽ ഫീൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്റ്റിക്ക് ഇല്ലാതെ സ്റ്റിക്ക് വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. 2 രീതിയിൽ